അല്ല കൗസല്യക്ക് എന്താ കൊമ്പുണ്ടോ? ഈ തെരുവിൽ ഒരു ഒറ്റ പെമ്പിളാർക്കും കുഴപ്പമില്ല, അവക്ക് മാത്രം എന്താ ഈ ചാട്ടം? 4 ഇടങ്കഴി പാല് വാങ്ങണ 2 ഇടങ്കഴി വെള്ളം, പിന്നെ എന്ത് ചെയ്യും? അനാവശ്യം പറയരുത്, തെക്കന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഓ തന്റെ സ്വഭാവം പ്രവൃത്തി ഈ തെരുവ് എല്ലാവർക്കും അറിയാം. കണ്ണി ചോരണ്ടോ എനിക്ക്? ഇതിനേക്കാൾ നല്ലത് വെള്ളത്തിൽ പാലൊഴിച്ചോണ്ട് വരുന്നതാ. ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്യും. നല്ല മനസ്സുള്ളവരൊക്കെ വാങ്ങിയോ. മാമി മാറ്, ഇയാളുടെ 2 ചോദിച്ചിട്ട് എന്നെ കാര്യം കുറെ നാളായി. എന്നാ പിന്നെ തന്റെ പാൽവിൽപ്പിനൊന്ന് കാണണം. അടുത്ത വാരത്തിൽ നമ്മ കവർ പാല് വാങ്ങിയിട്ടില്ല. എന്തിനാ അടുത്ത വാരം വരെ വെയിറ്റ് ചെയ്യുന്ന? നിങ്ങൾ ഇപ്പൊ തന്നെ വാങ്ങിച്ചോന്നേ, ഞാൻ പാല് തരുന്നില്ല. അതാണ് നല്ലത്. ചെല്ല്. നിങ്ങൾ പോതല്ലേ. നിറയെ പാലിന് തണ്ണി ഊറ്റിട്ട് ഇല്ല, രാവിലെ ഞാൻ പശുവിനെ അഴിച്ച് ഇവിടെ കൊണ്ട് കെട്ടിത്തരാം. അസ്ത്രീകരം. അയ്യോ കഥക്ക് ഈ അമ്മാളുടെ ഓരോ കാര്യം. ആ തെക്കന്റെ അഹമ്മദി കുറച്ച് കൂടുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് തന്നെ പാല് വാങ്ങിക്കണമെന്ന് എന്താ അത്ര വാശി? എത്ര നാളാച്ച നമ്മ അവനെ കാണുന്നു. ദിടീന്ന് എപ്പിടി വേണ്ടാന്ന് ചൊല്ലുവോ? ദേവമാളുടെ ഈ നല്ല സ്വഭാവ ഇവന്മാരിങ്ങനെ മുതലെടുക്കുന്നത്. ഈ തെക്കനെ പട്ടരൊന്നുമല്ല, വടക്കേലെ രോഹിണിയമ്മാള് പറഞ്ഞതാ. എംബ്രാന്തിരിയാ. ചുമ്മാ എറിയുങ്ക കൗസല്യ. പാവം അവൻ എപ്പിടി പൊഴക്കട്ടും. വെളുത്തതൊക്കെ അമ്മാളിന്റെ പാലാ, ഞാനൊന്നും പറയുന്നില്ല. ദേവമാളെ കഥവ് തുറങ്ങോ? ഞാൻ പാക്കറേ. കഥവ് തുറക്കമ്മാളെ. കൊടുക്ക. ഇത് എന്നാ ബൊമ്മനാട്ടി? ആരുടെ കത്തമ്മാളെ? നോക്കട്ടെ. എന്നാ ഇത്? ആ, ഇത് വക്കീലാപ്പീസിലിരുന്ന് വന്ന കത്ത. ആ ദേവമാളോ, ഇരിക്കുക ഇരിക്കുക. കുടിക്കാൻ ഉള്ളേ വാമകളെ വാ. ഞാൻ ഉള്ള ചെല്ലുക. ലെറ്റർ കിടച്ചു. ഉക്കാറ് ഉക്കാറ്. ഗൗരിയുടെ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുണ്ടല്ലോ, ദേവന്മാൾക്ക് കൂടി ഒരു അവകാശം കോടതിയിൽ നിന്ന് സ്ഥാപിച്ചു കിട്ടിയിട്ടുണ്ട്. ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം സെക്ഷൻ. എനക്ക് കിടക്കലാണെങ്കിലും പരവല്ല, സുബൈക്ക് തന്നെ പണത്തൊക്കെ ആവശ്യം. ആവശ്യമല്ല, ആർത്തിയ. ഗൗരിയുടെ മരണത്തിന് ശേഷം ഒരു തവണ പോലും അയാൾ വടക്കേ തെരുവിൽ വന്നിട്ടില്ലല്ലോ. എല്ലാം എനിക്കറിയാം. ഇപ്പൊ ഒരു തമിഴത്തി കൂടെ ഉണ്ടല്ലോ, കിട്ടണ പണമൊക്കെ ആ വഴിക്ക് പോയിക്കോളും. ശോ, കഷ്ടം. ദേവമ്മ ഈ പണമൊക്കെ എന്ത് ചെയ്യാനാ പോണത്? ശാന്തിവനത്തൊക്കെ കൊടുക്കലാന്ന് നനയ്ക്കറേ. എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ അവിടെ ഉണ്ടല്ലോ. ഗൗരിയുടെ പണം അങ്ങനെ ഒരു നല്ല കാര്യത്തിന് പോകുന്നു. സന്തോഷായി. நல்ல அமௌண்டாக இருக்குன்னு சுவாமி, நன்றி, ரொம்ப நன்றி. നിന്റെ അയ്യരുടെ അഹങ്കാരം ഇച്ചിരി കൂടുന്നുണ്ട്. എന്നാച്ച്? വടക്കേ തെരുവിലെ എല്ലാരുമായിട്ടും തെക്കൻ ശണ്ടയാ. വയസ്സായ മാമിമാര് വരെ 1ഉം 2ഉം പറഞ്ഞ് വഴക്കാ. എന്നാ അമ്മളെ കാര്യം? പാലില് മൊത്തം വെള്ളം, അളവൊന്നും കൃത്യമല്ല. ദേ കുസുമാക്ക, ഒന്ന് ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ നാള് വരെ ശണ്ടയായിരുന്നു. തെക്കേ മഠത്തിലെ കൗസല്യായിട്ട് അതാ കൗസല്യ വരുന്നു. ശിവ ശിവ. അതെ അതെ, എന്റെ സ്വഭാവം അറിയാലോ. വെട്ടൊന്ന് തുണ്ട 2ആണ്. തെക്കിനോടൊന്ന് ഒതുങ്ങാൻ പറ. അക്ക കവലപ്പെടാതെ ഞാൻ പാത്തുക്കറേ. നീ കൊറേ പാക്കും.
മുതലേ പെമ്പിള്ള നന്നായിരിക്കണം, അല്ലെങ്കിലേ മാപ്പിള കെട്ടുപോകും. ആ കെട്ടിയന്റെ മേലൊരു കണ്ണ് വെച്ചോ, അതാ നല്ലത്. വന്തേണ്ട പാൽക്കാരാ. ദേ, ഇന്ന് 32 ലിറ്റർ പാല് കൊണ്ടുപോയി. 32 × 36, 1 ലിറ്റർ പാലിന് 36 രൂപ. മൊത്തം 1152 രൂപ. അത്രയൊക്കെ ഉണ്ടായിരുന്നു അതേ എവിടെ? ഇതിൽ 15 രൂപയുടെ കുറവുണ്ടല്ലോ. അത് പിന്നെ എന്റെ ഈ ടയർ പഞ്ചറായി പോയി. ഏ? അല്ല, നിങ്ങളുടെ സൈക്കിളിന്റെ ടയർ പഞ്ചറായി പോയി. നിങ്ങളുടെ സൈക്കിൾ മാത്രം എന്നെ എന്നും പഞ്ചറാകുന്നത്. ഇത് തന്നെ ഞാനും ചോദിക്കുന്നത്, എനിക്കറിയാൻ പാടില്ല. നീ സത്യം പറ, നിങ്ങൾ ഇന്ന കാശ് അംബികമാളിന് കൊടുത്തില്ലേ? ഇല്ല ചെല്ലം, ഞാൻ അങ്ങനെ കാണിക്കുന്ന ആളെയല്ല. എന്നെ വിശ്വസിക്കുന്നത്, നിന്നാണ് സത്യം. എന്നെ പിടിച്ച് സത്യം ഇടണ്ട. എന്നെ കൊണ്ടാണ് ഇട്ടിട്ട് എന്റെ തല പൊട്ടാൻ. സത്യം പറ, എത്ര ലിറ്റർ വെള്ളം ഇന്ന് പാലിൽ ചേർത്തത്? 1 2 3 4. ആ പൈസ നിങ്ങൾ ഇന്ന് ദേവിക അമ്മാളിന് കൊടുത്തില്ലേ? അയ്യോ, സത്യമായിട്ടും ഇല്ല. നോക്കിക്കോ, നിങ്ങളെ കാണിച്ചു തരാം. ഉടുപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കാം. അങ്ങനെ 1100 രൂപയുടെ സാധനം അവൾ അടിച്ചു പൊട്ടിച്ചു. നമ്മുടെ കൗസല്യ ദേവന്മാർക്ക് കൂട്ടുകിടന്നിട്ട് എന്ത് ഗുണാണാവോ ഉണ്ടാവുക? എനിക്കൊന്നും അറിയില്ലേ. നീ മുല്ലശ്ശേരി പട്ടരുമായിട്ട് ഒളിസേവ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ? അതിന് വല്ല ഗുണവും ഉണ്ടായോ എന്തോ? ഒരു ഗുണമുണ്ട്. ഇപ്പോഴത്തെ കുട്ടിക്ക് മുല്ലശ്ശേരി പട്ടര പോലെ കവിളിൽ ഒരു മറുകുണ്ട്. അയ്യോ എന്റെ പെരുമാളെ, എന്തൊക്കെയാ ഞാൻ ഈ കേക്കുന്നത്? അതിരാവിലെ വെറും വയറ്റില് ഇവിടെ ചിലർക്ക് എന്റെ വായിലിരിക്കുന്ന 2 തെറി കേട്ടാലേ സമാധാനാവൂ. ഒന്ന് പോടി. ദേവമാള് ചത്ത് കിട്ടാൻ കൗസല്യ കോവലിൽ വാഴക്കൊല നടന്നു ഞാൻ കേട്ടു. ഓ ശിവ ശിവ. ഒന്ന് ചുമ്മാതിരി. എന്തിനാ ഗീതമാളെ നുണക്കഥയൊക്കെ പറയുന്നത്? നുണയൊന്നുമല്ല. അവരൊരു പാവ സ്ത്രീ. അവരുള്ളത് കൊണ്ട് ആ കൗസല്യ ജീവിച്ചു പോകുന്നു. കുറച്ച് വസ്തു വീടുള്ളത് വാസ്തവ. ചത്ത് കിട്ടിയ അതെല്ലാം കൗസല്യക്ക. കിളവയ്ക്കാണെ ഒരു സുഖേടും ഇല്ല. കൊഞ്ചം പൈത്യം ഇருக்கு. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാ മതി, ദേവമാളുടെ കാര്യം പെട്ടെന്ന് നടക്കും. അച്ചോ, അപ്പടിയെല്ലാം சொல்லாதடி. പാവം ദേവമാള്. അവർക്ക് കടവുള് ദീർഘായുസ് കൊടുക്കട്ടും. കടവുളേ, അവർക്ക് ദീർഘായുസ് കൊടുക്കണേ. കൊടുക്കും കൊടുക്കും, കാണാം. ഒരു കള്ള കണ്ടം പൂച്ച ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. എന്റെ കൈ കിട്ടിയ നല്ല പട കൊടുക്കും. തക്കം കിട്ടി അടുക്കളയിൽ കയറും, എന്നിട്ടൊക്കെ തട്ടിമറിക്കും. ദേവമാള് ചത്ത് കിട്ടാൻ കൗസല്യ കോവലിൽ വാഴക്കൊല നടന്നു ഞാൻ കേട്ടു. ചത്ത് കിട്ടിയ അതെല്ലാം കൗസല്യക്ക. കൗസല്യ ഒന്ന് ഉത്സാഹിച്ചാ മതി, ദേവമാളുടെ കാര്യം പെട്ടെന്ന് നടക്കും. കൗസല്യ, കൗസല്യ, എന്താ അമ്മാളെ? നീ എந்த പക്കം പോയി പട്. അതെന്താ അമ്മാളെ? ഇത് നല്ല കാര്യം. ഞാൻ തൂക്കത്തിലെ കീഴ് വീഴുന്ന ഉങ്ക ഉടമ്പിലെ പെട്ട. അത് ശരി, അതെന്താ ഇതുവരെ ഇല്ലാത്തൊരു പഴക്കം? ഞാൻ சொல்றது കേട്ടാ പോതും. പോ വെളിയേ. ഓ, நான் ஏதோ சொல்லியாச்சு, ஒன்றும் நினைக்க வேண்டாம். என்னோட ஓரோரோ விசாரங்களாக்கும்.
ഉറങ്ങി വിളിപ്പതും പിഴപ്പ്. കിട്ടും. കാലത്തന്നെ എത്തി വെട്ടി വിഴുങ്ങാൻ. പണ്ട് സായിപ്പന്മാരാ അമ്മാളെ ഇതൊക്കെ നന്നാക്കിയിരുന്നത്. ഈ നസ്രാണികൾ മരിക്കുമ്പോ എന്ത് രസാ അമ്മാളെ, ഈ പാട്ടും കൂത്തും ബാൻഡ് മേളൊക്കെ. അപ്പ വായ തുറന്ന ചെക്കൻ ചാക്കാളി വരുള്ളൂ, പണ്ടാരടങ്ങാൻ. കാലന്റെ ഒരു തല്ലാള്. ഓ ഇതും ചത്തുവല്ല തന്നെ. ഓ കാലമടൻ. അമ്മാളെ ഇപ്പൊ ശരിയാക്കി തരാം. അങ്ങോട്ട് സമയം. തടക്കി ഉള്ള വാങ്ങൂ. ഇത് പാലാണോ അതോ കാടിവെള്ളമാണോ? നിങ്ങൾ തന്നെ അത് പറയണം. ഏതായാലും അമ്മാള് പൂട്ടും തെക്കും പൂട്ട് പൊളിക്കും. ഇങ്ങോട്ട് വന്നവിടെ മാതിരിയാക്കിയിരുന്നു. അങ്ങോട്ട് ഇവിടെ നോക്ക്. എവിടെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. എന്റെ പെരുമാളാണ് സത്യം. ഈ തട്ടാൻ എന്നെ പറ്റിക്കാണെന്നേ. കഴിഞ്ഞ തേരോട്ടത്തിന് പണിയാൻ കൊടുത്തതാ. ഇപ്പൊ തട്ടാൻ എനിക്കിട്ട് പണി തുടങ്ങി. അതെങ്ങനെ? നീ തന്നെ നാട്ടുകാരുമ്പോ വിളിച്ചു കൂവിക്കൊണ്ട് കിടക്കല്ലേ. തക്കം കൊണ്ടുവരണ പാലിന് വെള്ളം കൂടുതലാന്ന്. അതെ, അങ്ങനെ പറഞ്ഞാലേ ഇതൊക്കെ നടക്കൂ, അല്ലെങ്കിൽ കാണായിരുന്നു. കിളവി വക്കീലാപ്പീസ് പോയിട്ട് കിട്ടുന്ന കാശ് മുഴുവൻ സുബൈക്ക് കൊടുക്കാനാ പരിപാടി. മോളും ചത്തു, മരുമകൻ രണ്ടാമത് കല്യാണം കഴിച്ചു. ഇത് ഷഷ്ടി പൂർത്തിയല്ല, കനകാഭിഷവും കഴിഞ്ഞിട്ടേ പോകൂ. എന്റെ പെരുമാളെ എത്രയോ പേരെ നീ മുകളിലോട്ട് വിളിക്കുന്നു. അതെ, കിളവി ചത്തു കഴിഞ്ഞാൽ നിനക്ക് വല്ലതും കിട്ടും. നിനക്ക് കിട്ടിയാൽ അത് എനിക്ക് കിട്ടിയ പോലെ അല്ലേ? എന്നിട്ട് വേണം ഒരു കൊച്ചു മിൽമാ ബൂത്ത് തുടങ്ങാൻ. കിളവിക്കേ ഇപ്പൊ പാട്ടിലും കമ്പം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരോട് ഹരിമുരളീരവം പാടാൻ പറയും. അതെന്തിനാ? പുലി ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചാവോടി.